വെൽക്കം ബാക്ക് ടു എജ് വാലറ്റ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് +2 ഫിസിക്സ് എക്സാമൊക്കെ അടുത്ത് തുടങ്ങി. അപ്പോൾ ഫിസിക്സ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി ചെറിയ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പ്രാവശ്യം ചോദിക്കുന്ന ചെറിയ ചെറിയ വലിയ വലിയ ഡെറിവേഷൻസ് കാര്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും ഇത് ഇപ്പോൾ തന്നെ പഠിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ്സ് ദ ഈക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് ദ നെറ്റ്വർക്ക് ബിറ്റ്വീൻ ദ പോയിന്റ് പി ആൻഡ് ക്യൂ. നമുക്ക് രണ്ട് പോയിന്റ് തന്നിട്ടുണ്ട്, പിയും ക്യൂ. നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പിയും ക്യൂവും. അതിനിടയിൽ ഉണ്ടാവുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണ്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം അതിനായിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും ഉണ്ടാവും. ഇതേപോലെ ഒരു സർക്യൂട്ട് തന്നിട്ട് അതിനൊക്കെ ഉണ്ടാകുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് കപ്പാസിറ്റർ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. ഇതെന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതേപോലെ ഒരു പ്രാവശ്യം ചോദിച്ചാൽ അതായത് ആൾട്ടർനേറ്റീവായി ചോദിക്കാറുണ്ട്. അതായത് ഒരു കൊല്ലം ഉണ്ടെങ്കിൽ അടുത്ത കൊല്ലം ഉണ്ടാവില്ല, അല്ലെങ്കിൽ മോഡൽ എക്സാമിനുണ്ടെങ്കിൽ പബ്ലിക്കിൽ ഉണ്ടാവില്ല, പബ്ലിക്കിലുണ്ടെങ്കിൽ മോഡൽ ഉണ്ടാവും. അങ്ങനെ മാറി മാറി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് ഓൾറെഡി 2019 വന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്ക് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുക. 3 മാർക്കുകളൊക്കെ ചേർന്നിട്ടല്ല നമുക്ക് വലിയ വലിയ മാർക്കുകളാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് സ്കിപ്പ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്കത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കാര്യം മനസ്സിലാവും. ഈ എക്കും നമ്മളിവിടെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്, എ ബി എന്ന് കൊടുക്കാം. നമുക്കിവിടെ ഒരു ക്യൂ എന്ന് കൊടുത്തിട്ടുണ്ട്, ഇവിടെ പി എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിയും ക്യൂവും ഇവിടെ എയും ബിയും ആണ്. ഇവിടെ സി എന്ന് കൊടുക്കാം. അപ്പോൾ ഈ എ സി ബി എന്ന് നോക്കിക്കും നിങ്ങൾ. എ സി ബി ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിലേ ഈ റെസിസ്റ്ററും, അതായത് ഈ എ സി എന്ന് പറയുന്ന റെസിസ്റ്റർ, അതായത് ഇവിടെ നമുക്ക് ആർ എ സി എന്ന് കൊടുക്കാം. അത് എക്കും സിക്കും ഇടയിലുള്ള റെസിസ്റ്ററാണ് ആർ എ സി. ഈ ആർ എ സിയും ഈ ബിക്കും സിക്കും ഇടയിൽ ആർ ബി സി എന്ന് കൊടുക്കാം. ഈ രണ്ടാമത് ഒരേ ലൈനിൽ കണ്ട, ഇവിടെ വേറെ ബ്രേക്കോ കാര്യങ്ങളില്ല, ഒരൊറ്റ ലൈനിൽ 2 റെസിസ്റ്ററാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഈ ആർ എ സിയും ആർ ബി സിയും ഇത് രണ്ടും സീരീസ് കണക്ഷനാണെന്ന് അർത്ഥം, ഒരേ ലൈനിലാണെന്ന് അർത്ഥം. അപ്പോൾ നമുക്ക് അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെ കാണാം? അപ്പോൾ ഈ എക്കും സിക്കും ബിയിലെ ഇടയിലുള്ള മൊത്തം റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെ മെൻഷൻ ചെയ്യാം? ആർ എ സി ബി. ഓക്കെ, ആർ എ സി ബി എന്ന് പറഞ്ഞാൽ എക്കും സിക്കും ബിക്കും ഇതിൻ്റെ മൊത്തത്തിലുള്ള റെസിസ്റ്റർ എന്താ വരിക? രണ്ടും കൂടി പ്ലസ് ചെയ്താൽ മതി. 3 + 3 എന്താ? 6 Ω. സോ ഇത് രണ്ടും സീരീസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ജസ്റ്റ് R1 + R2 എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി അതിന് പകരം നിങ്ങൾ വേറെ നോക്കി നോക്കി. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? ഇത് രണ്ടും കൂടി നമുക്കൊരു റെസിസ്റ്റർ കിട്ടി. അപ്പോൾ ആ ഫിഗർ ഇപ്പോൾ എന്താ ഉണ്ടാവും എന്നറിയോ? ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ നടുവിൽ ഒരെണ്ണമുണ്ട്, ഇപ്പുറത്ത് ഒരെണ്ണമുണ്ട്. ഇത് രണ്ടും കൂടി നമുക്ക് കിട്ടി 6 ആണ്. രണ്ടും കൂടിയിട്ട് ACB 6 ആണ്. അവിടെ നമുക്ക് ഇതേപോലെ കിട്ടുക. അതായത് 2 കൂടി കൂട്ടി നമുക്ക് റെസിസ്റ്റർ കിട്ടി 6 Ω എന്നുള്ളത്. അത് ഇതേപോലെ പാരലായിട്ട് വരിക. സോ ഇവിടെ ഓൾറെഡി 6 Ω ഉണ്ടല്ലോ. സോ ഈ 6 Ωും ഈ 6 Ωും കൂടിയിട്ട് എന്തായിരിക്കും? പാരലാണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ ഈ എ ബി, ആർ എ ബി, എക്കും ബിക്കും ഇടയിലുള്ളതാണ് എന്ത്? ആർ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഈ 6 Ωും ഈ 6 Ωും രണ്ടും കൂടിയിട്ട് പാരലാണ്. സോ ഇവിടെ എ, ഇവിടെ ബി. അപ്പോൾ ഈ എക്കും ബിക്കും ഇടയിൽ 2 റെസിസ്റ്റർ വരും, അതാണ് ആർ എ ബി. അതെങ്ങനെ ചെയ്യുക? 6 Ω എന്ന് പറയുന്നത് പാരലായതുകൊണ്ട് 1/R1 + 1/R2 എന്നുള്ള ഇക്വേഷനാണ്. സോ എക്കും ബിക്കും ഇടയിൽ ഉണ്ടാകുന്ന റെസിസ്റ്റർ ആർ എ ബി = 1/R1. എന്താണ്? 1/6 + 1/6 എന്ന് കൊടുക്കാം, വിച്ച് ഈസ് 2/6. സോ 1/RAB = എന്ത് കിട്ടി? 2/6. നമുക്കിത് റെസിപ്രോക്കൽ എടുക്കാം. നമുക്ക് 1/RAB അല്ല വേണ്ടത്, വെറും RAB ആണ് വേണ്ടത്. അപ്പോൾ 6/2 എന്താണ്? 3 Ω ആണ്. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഇത് രണ്ടും കൂടി സീരീസാണ്, ഒറ്റ ലൈനാണ്. അപ്പോൾ 3 × 3 = 6. ആ 6ഉം ഈ 6ഉം കൂടി നേരെ പാരലൽ. ഇനി എന്ത് ചെയ്യും? ഇവിടെ 6 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, ഇവിടെ 6, ഇവിടെ 5. ഇത് രണ്ടും കൂടി നമുക്കിപ്പോൾ കിട്ടിയ എത്രയാണ്? 3 Ω. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് ഇവിടെ അറ്റത്ത് ഒരു 6 Ω ഉണ്ട്, ഈ അറ്റത്ത് നമുക്കൊരു 5 Ω ഉണ്ട് അല്ലേ? ഇതാ 5, ഇവിടെ ഒരു 5, ഇവിടെ ഒരു 6. പിന്നെ ഈ ഭാഗത്ത് നമുക്കിപ്പോൾ എത്ര കിട്ടി? 3 Ω എന്ന് കിട്ടി. ഇത് 3ഉം കൂടി എന്തായിരിക്കും ഇനി? സീരീസ്. സോ നമുക്ക് ലാസ്റ്റ് ഉണ്ടാവുന്ന പിക്കും ക്യൂവിന് ഇടയിൽ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് ആർ പി ക്യൂ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി കൂട്ടാം. ഇപ്പോൾ കിട്ടിയ 3ഉം ഇവിടെ ഒരു 6ഉം ഇവിടെ ഒരു 5ഉം എല്ലാം കൂടി കൂട്ടുമ്പോൾ 14 Ω നമുക്ക് കിട്ടും. ഇതൊരു സാമ്പിൾ മാത്രമാണ്. ഒന്നുകൂടി പറയാം എന്തൊക്കെ ചെയ്തതെന്നൊന്ന് ശ്രദ്ധിച്ച് നോക്കി വെക്കുക. നിങ്ങൾ എന്താ ചെയ്തത്? ഇത് ഒറ്റ ലൈനിലാണ്. അപ്പോൾ രണ്ടും കൂടി കൂട്ടാം. 3 + 3 6 Ω നമുക്ക് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? ആ 6 Ωും ഈ 6ഉം കൂടി ഇങ്ങനെ നേരെ വരിക, അതായത് പാരലൽ. അപ്പോൾ എന്ത് ചെയ്യണം? 1/6ഉം 1/6ഉം ചെയ്തു, 2/6. അതിന് റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ 3 Ω, R/2 എന്ന് വരും. അപ്പോൾ 3 Ω. ആ 3 Ωും നമുക്ക് ഈ ഭാഗം കിട്ടി. ആ 3 Ωും ഈ 6ഉം ഈ 5ഉം കൂടി കൂട്ടുക, ഒക്കെ ഒരേ ലൈനിലാണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്കതെല്ലാം കൂടി കൂട്ടുമ്പോൾ 14 Ω നമുക്ക് കിട്ടും. സോ ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഇതേപോലത്തെ ചോദ്യങ്ങളൊക്കെ എന്തായാലും ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. അടുത്ത സെക്ഷൻ നമുക്ക് ട്രൂത്ത് ടേബിൾ ആണ്. നമുക്ക് എങ്ങനെയാണ് ട്രൂത്ത് ടേബിൾ വരയ്ക്കാം അതും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം.
ഓക്കെ, സോ നമുക്ക് ട്രൂത്ത് ടേബിൾ വരയ്ക്കാനായിട്ട് നമുക്ക് ആദ്യം ബേസിക് ആയിട്ട് കുറച്ച് ഗേറ്റുകൾ അറിയണം. സോ ഫസ്റ്റ് ഗേറ്റ് ആണ് നോട്ട് ഗേറ്റ് എന്നാണ് പറയുക. നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റിൻ്റെ സിമ്പിൾ ഇങ്ങനെയാണ്. ഇതേപോലെ ഇങ്ങനെ ലൈൻ വരയ്ക്കുക. ഇവിടെ ഇതാണ് നോട്ട് ഗേറ്റ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കൊടുത്താലും അതിൻ്റെ ഓപ്പോസിറ്റ് തരും. അതായത് നമുക്ക് ഇൻപുട്ട് എ ഔട്ട്പുട്ട് ബി എന്ന് കൊടുക്കാം. ഇതാണ് അതിൻ്റെ ട്രൂത്ത് ടേബിൾ. നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് അറിയോ, ഇത് തരും, ഇത് ഏത് ഗേറ്റാണ് ചോദിക്കും, അതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാനും പറയും. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, നോട്ട് ഗേറ്റ് ആണെങ്കിലുള്ള പ്രത്യേകത എന്താ, 0 കൊടുത്താൽ അത് 1 തരും, 1 കൊടുത്താൽ 0 തരും. സോ നോട്ട് ഗേറ്റിൽ ഒരേ ഒരു ഇൻപുട്ടുള്ളൂ, ഇതായിരിക്കും ഒരേ ഒരു ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. കണ്ട, ഒരു ലൈന് ഒരു ഔട്ട്പുട്ടാണ്, ഒരു ഇൻപുട്ട് ഒരേ ഒരു ഔട്ട്പുട്ട്. അപ്പോൾ 0 കൊടുത്താൽ 1 തരും, 1 കൊടുത്താൽ 0 വരിക. ഇതാണ് നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തെ ഗേറ്റാണ് ഓർ ഗേറ്റ്. ഓർ ഗേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സിമ്പിൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇങ്ങനെയാണ്, നമ്മൾ 2 ഇൻപുട്ട് ഉണ്ടാവും, ഇങ്ങനൊരു വളവ് ഇങ്ങനെ കൊടുക്കുക. ഇതാണ് എന്ത്, ഔട്ട്പുട്ട്. 2 ഇൻപുട്ട് ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതാണ് എന്ത്, ഓർ ഗേറ്റ്. ഇതേപോലെ ഒരു വളവ് കേട്ടോ. ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ നമുക്കൊന്ന് വരച്ചാലോ. ട്രൂത്ത് ടേബിൾ എങ്ങനെ വരിക, 2 ഇൻപുട്ട് ഉണ്ട് എയും ബിയും, ഒരു ഔട്ട്പുട്ട് ഉണ്ട് വൈ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ നിങ്ങൾക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കുക കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതിൽ കുറേ ഇൻപുട്ട് നമ്മൾ കൊടുക്കും. ആദ്യം നമ്മൾ 0 കൊടുക്കും, 1 കൊടുക്കും, 0 കൊടുത്തു, പിന്നെ 1 കൊടുക്കും, പിന്നെ 1 കൊടുക്കും, 0 കൊടുക്കും. ഇങ്ങനെ 4 ഇൻപുട്ട് നമ്മൾ കൊടുക്കുക. അപ്പോൾ 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 തന്നെ കിട്ടുക. 1 കൊടുത്തു കഴിഞ്ഞാൽ 1 കിട്ടും. 1 കൊടുത്താൽ 1, 0 കൊടുത്താൽ 1. ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? ഏതെങ്കിലും ഒരു പ്രാവശ്യം 1 വന്നാൽ ആൻസറിൽ 1 വരും. എന്താണ്, ഏതെങ്കിലും ഒരു തവണ കണ്ട, ഇവിടെ ഒരു 1 വന്നു, ഇവിടെ 1 വന്നു, വേണ്ട, അങ്ങനെ 2 0 വന്നാൽ മാത്രമേ 0 തരുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ അത് 1 തരും. 2ഉം 0 വന്നെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് എന്താവുള്ളൂ, 0 ആവുള്ളൂ. ഏതെങ്കിലും 1 വന്നു കഴിഞ്ഞാൽ ആൻസറിൽ 1 വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഓർ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കിനി ഇതേപോലെ ഇതിൻ്റെ ആൻഡ് ഗേറ്റ് ഒന്ന് നോക്കാം. ആൻഡ് ഗേറ്റ് കുറച്ച് പ്രശ്നക്കാരനാണ്. ആൻഡ് ഗേറ്റിൻ്റെ സിമ്പിൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇങ്ങനെയാണ്, ഇതേപോലെ ഒരു ഇങ്ങനെ കണ്ട, ഇവിടെ കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ഇവിടെ ഇതുപോലെ 2 ഇൻപുട്ട് ഉണ്ട് എയും ബിയും, ഒരൊറ്റ ഔട്ട്പുട്ട് ഉണ്ട് വൈ എന്ന് പറഞ്ഞിട്ട്. നമുക്കത് ഇവിടെ ഇൻപുട്ട്, ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ നമുക്ക് വരയ്ക്കാം. ഇവിടെ ഒരു ഇൻപുട്ട്, ഇവിടെ ഒരു ഔട്ട്പുട്ട് കൊടുത്തു. നമുക്ക് ഇതേപോലെ വരച്ച് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇൻപുട്ടായിട്ട് ഞാൻ എനെയും കൊടുക്കുന്നുണ്ട്, ബിനെയും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്ര മതി, ഇത്ര വരച്ചാലും മതി. അപ്പോൾ നമുക്ക് ഇൻപുട്ട് കൊടുക്കാം. ഇൻപുട്ടായിട്ട് നമുക്ക് ആരെ കൊടുക്കാം, 0 കൊടുക്കാം, 1 കൊടുക്കാം, 1 0 0 1 കൊടുക്കാം. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും 1 0 വന്നാൽ ആൻസർ 0 ആണ്. ഇവിടെ 2 0 വന്നാൽ 0, 1 വന്നാൽ 1 1 0 വന്നാലോ 0 ആണ്, കാരണം ഒരു 0 വന്നു. 0 1 വന്നാലോ 0 ആണ്, കാരണം എന്താ, ഒരു 0 വന്നു. അപ്പോൾ 2 1 വന്നാൽ മാത്രമേ 1 തരുള്ളൂ. നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും 0 വന്നാൽ മാത്രമേ ആൻസറിൽ 0 വരുള്ളൂ. ആൻഡ് എങ്ങനെയല്ല, ആൻഡ് എങ്ങനെയാണ്, 2 1 വന്നാൽ മാത്രമേ 1 തരുള്ളൂ. 2 1 വന്നാൽ മാത്രമേ 1 തരുള്ളൂ, ബാക്കിയൊക്കെ 0 ആയിരിക്കും. ഇങ്ങനെ പഠിച്ചു വയ്ക്കുക. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ആൻഡ് ഓർ ഗേറ്റുകൾ. ഇതിൻ്റെ കൂടെ നമുക്ക് അറിയേണ്ട വേറെ കുറച്ച് ഗേറ്റ്സ് ആണ് നാൻഡ് ഗേറ്റും നോർ ഗേറ്റ്സും. നാൻഡ് ഗേറ്റ് നോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആലോചിച്ചാൽ മതി. അതായത് നമുക്ക് ആൻഡ് ഗേറ്റ് ഇല്ലേ, ഈ ആൻഡ് ഗേറ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്, നാൻഡ് ഗേറ്റ്. ഈ നാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നോട്ട് പ്ലസ് ആൻഡ് ആണ്. നോട്ട് പ്ലസ് ആൻഡ്, നോട്ട് ഗേറ്റും ആൻഡ് ഗേറ്റും പ്ലസ് ഇതാണ് എന്ത്, നാൻഡ്. കണ്ടാ, ആൻഡും ഈ നോട്ട് കണ്ടാ, നാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അതിൻ്റെ ട്രൂത്ത് ടേബിൾ, അതിൻ്റെ സിമ്പിൾ എങ്ങനെ വരുന്നത്, ഇങ്ങനെ ഇതേപോലെ നമുക്ക് ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ, ഇതാണ് ആൻഡ്. ഇവിടെ ആൻഡ് അല്ല, നാൻഡാ. അപ്പോൾ ഇവിടെ ഒരു 0, ഇവിടെ ഒരു ഇതുപോലെ ഒരു ഹോൾ കൊടുക്കുക, ലൈൻ കൊടുക്കുക. ഇതാണ് എന്ത്, നാൻഡ് ഗേറ്റ്. ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ നമുക്ക് വരയ്ക്കാം. എ ബി ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും. ഇവിടെ നമുക്ക് ഇതേപോലെ വരച്ച് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ മനസ്സിലാക്കുക. 0 0 കൊടുക്കുന്നു, 1 1 കൊടുക്കുന്നു, 1 0 കൊടുക്കുന്നു, 0 1 കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും നാൻഡ് എങ്ങനെയാണ് അത് ആലോചിച്ചാൽ മതി. ശരിക്കും ആൻഡ് എങ്ങനെയാണ്, ആൻഡ് എങ്ങനെ ശരിക്കും വരിക, 2 1 വന്നാൽ മാത്രമേ 1 വരുള്ളൂ അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു ആൻഡ് എന്ന് പറഞ്ഞാൽ 2 1 വന്നെങ്കിൽ മാത്രമേ 1 തരുള്ളൂ. അതിന് നേരെ ഓപ്പോസിറ്റ് കൊടുക്കുക. 2 1 വന്നാൽ ആൻഡിൽ എന്താ വരിക, ആൻഡിൽ 2 1 വന്നാൽ 1 വരിക. പക്ഷെ നമ്മൾ ഇവിടെ 0 കൊടുക്കണം. അതാണ് നാൻഡ്, നേരെ ഓപ്പോസിറ്റ്. ഇനി 0 0 വന്നാൽ ആൻഡിൽ എങ്ങനെയാണ്, 0 ആണ്. ആൻഡിൽ 0 ആണ്, അപ്പോൾ ഇവിടെ 1 കൊടുക്കുക, നേരെ ഓപ്പോസിറ്റ് കൊടുക്കുക. 1ഉം 0യും വന്നാൽ ആൻഡിലെ 0 ആണ്. ഒരു പ്രാവശ്യം 0 വന്നാൽ ആൻഡിൽ 0 ആണ്. നാൻഡ് ആണെങ്കിൽ 1 കൊടുക്കുക, ഓപ്പോസിറ്റ്. അതേപോലെ ഇവിടെ ഒരു 0 വന്നാൽ ആൻഡിൽ 0 ആണ്, ഇവിടെ നമ്മൾ 1 കൊടുക്കുക. ഇത് എഴുതണമെന്നില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് മനസ്സിലായപ്പോൾ ഇങ്ങനെയാണ് വരിക. എന്താണ്, നാൻഡ് എന്ന് പറഞ്ഞാൽ ആൻഡിൻ്റെ ഓപ്പോസിറ്റ് എഴുതിയാൽ മതി. ഇതേപോലെ നമുക്ക് ആരുണ്ട്, നോർ ഗേറ്റ് ഉണ്ട്.
ഓക്കെ, നോർ ഗേറ്റ് നമുക്ക് നോക്കാം. സോ നോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നോർ ഗേറ്റ് നോട്ട് പ്ലസ് ഓറാ, നോട്ടും ഓറും കൂടി മിക്സ് ചെയ്താണ് എന്ത്? നോർ ഗേറ്റ്. ഇതിൻ്റെ സിമ്പിൾ നമുക്ക് ഇങ്ങനെയാണ്. വളവ്, ഒരു വളവുണ്ട്, ഇതേപോലെ ഓർ ഗേറ്റ് വരയ്ക്കുക. എന്നിട്ട് ഇവിടെ ഒരു ഇതുപോലൊരു ലൈൻ, ഇതാണ് എന്ത്? നോർ ഗേറ്റ്. നമുക്ക് ഇതേപോലെ ട്രൂത്ത് ടേബിൾ ഒന്ന് വരച്ച് നോക്കിയാലോ? അപ്പോൾ ഇതേപോലെ നമുക്ക് എ ഉണ്ടാവും, ബി ഉണ്ടാവും, അതിനൊരു ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ വരയ്ക്കാൻ പറയാറുണ്ട് കേട്ടോ, അതിൻ്റെ ട്രൂത്ത് ടേബിൾ. അപ്പോൾ നമ്മളിതാ 1 1 കൊടുക്കുന്നു, 0 0 1 0 0 1. ഓക്കെ, 1 1 0 0 1 0 0 1 കൊടുക്കുക. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഓർ ഗേറ്റ് എങ്ങനെയാണ് ആദ്യം ആലോചിക്കുക. ഓർ ഗേറ്റ് എന്താ? രണ്ടും 0 വന്നെങ്കിൽ മാത്രമേ 0 തരുള്ളൂ. നമ്മളിവിടെ പറഞ്ഞു ഓർ ഗേറ്റ് എങ്ങനെ? രണ്ടും 0 ആണെങ്കിൽ മാത്രമേ 0 തരുള്ളൂ. അപ്പോൾ നമുക്കിതാ 2 0 വന്നാൽ 0 വരും. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് എഴുതണം? 1 എഴുതണം. രണ്ടും 1 വന്നാൽ ഓറിൽ 1 തരും, നമ്മളിവിടെ 0 കൊടുക്കണം. 1 0 വന്നാൽ ഓറ് പാവാ, ഒരു പ്രാവശ്യം 1 വന്നാൽ അത് 1 കൊടുക്കും. പക്ഷെ ഇവിടെ നമ്മൾ 0 എന്ന് എഴുതാം. 0യും 1ഉം വന്നാൽ ഓറിൽ 1 ആണ്, ഇവിടെ നമ്മൾ 0 എന്ന് കൊടുക്കുക. ഇത് വേണ്ട, നിങ്ങളത് അങ്ങനെ ആലോചിച്ചിട്ട് നേരെ ഓപ്പോസിറ്റ് എഴുതിയാൽ മതി. അപ്പോൾ ഓറാണെങ്കിൽ എങ്ങനെയാണ്? രണ്ടും 0 വന്നെങ്കിൽ മാത്രമേ 1 തരുള്ളൂ, 0 തരുള്ളൂ. രണ്ടും 0 വന്നാലാണ് അവിടെ 0 തരുള്ളൂ. ഏതെങ്കിലും ഒന്ന് 1 വന്നാൽ ആൻസറിൽ 1 ഉണ്ടാവും. അപ്പോൾ രണ്ടും 0 വന്നാൽ ഓറിൽ 0 ആണെങ്കിൽ ഇവിടെ അത് 1 ആണ്, ബാക്കിയൊക്കെ 0. അപ്പോൾ ഇത് കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ ആൻഡും ഓറും അറിഞ്ഞിരിക്കുക. അതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നാൻഡും നോറും കിട്ടും. സോ ഈ ട്രൂത്ത് ടേബിൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ ബേസിൽ ചോദിക്കുന്ന ഒരു എക്സാം ഓറിയൻറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതിൽ നിന്ന് ചോദിച്ച ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇതേപോലെ നമുക്കൊരു സർക്യൂട്ട് തന്നിട്ട് ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാൻ ചോദിക്കും. ഞാൻ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കാണിക്കാം. ഞാൻ വെറുതെ പറയുന്നതാണോ നിങ്ങൾക്ക് തോന്നില്ലേ? ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ക്വസ്റ്റ്യൻ. എ സർക്യൂട്ട് ഈസ് കൺസ്ട്രക്ട്. നമുക്കൊരു സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈച്ച് ഗേറ്റ്, ഇതിൽ ഓരോ ഗേറ്റ് എന്താ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്, ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താ? ആൻഡാ. പക്ഷെ അവിടെ അതിൻ്റെ കൂടെ കണ്ട ഒരു സാധനം കൂടി ഉണ്ട്, കണ്ട. അപ്പോൾ ഇതെന്താണ്? ഇത് നാൻഡാ. അപ്പോൾ ഈച്ച് ഗേറ്റ് ഈസ് എന്താണ്? നാൻഡ് ഗേറ്റ് ആണ്. ഈച്ച് ഗേറ്റ് നാൻഡ് ഗേറ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? കംപ്ലീറ്റ് ദ ട്രൂത്ത് ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. 0 0 കൊടുത്തു, 0 1 കൊടുത്തു, 1 0 കൊടുത്തു, 1 1 കൊടുക്കുമ്പോൾ എന്ത് നമുക്കിവിടെ പുറമേക്ക് കിട്ടുന്നു നമ്മൾ വരയ്ക്കണം. വളരെ ഈസിയാണ്, നമുക്കൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ ട്രൂത്ത് ടേബിൾ വരയ്ക്കാനായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതേപോലെ നമുക്ക് പല പല സർക്യൂട്ട് തരിക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ എ കൊടുക്കാം, ബി കൊടുക്കാം, ഔട്ട്പുട്ട് കൊടുക്കാം. ഓക്കെ, സോ നമുക്കിതിൽ എന്താണ് ഔട്ട്പുട്ട് വരിക എന്ന് നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങളെപ്പോഴും മനസ്സിലാക്കുക, 0 0 കൊടുക്കുക, 0 1 1 0 1 1. അതപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ തെറ്റിയോട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഈ ഒരു സെക്ഷനിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം 0 0 കൊടുത്ത് നോക്കാം. അപ്പോൾ എക്ക് നമുക്ക് ആദ്യം 0 എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കുക. എക്ക് 0, അപ്പോൾ ഇവിടെ എക്ക് 0 കൊടുത്തു. അപ്പോൾ ഇവിടെ 0 ഇവിടെ 0, രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുത്തു. 0 0 കൊടുത്തു ആൻഡ് ഗേറ്റിനാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ആൻഡ് ഗേറ്റ് എങ്ങനെ വരിക? 0 0 വന്നാൽ ആൻഡിൽ 0 തന്നെ വരിക. അപ്പോൾ ഇവിടെ നാൻഡാണ്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് 1 കിട്ടും. അതേപോലെ ബിക്ക് 0 0 കൊടുക്കും, ആൻഡ് ആണെങ്കിൽ 0 കിട്ടും. പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ പുറത്തേക്ക് വരണം, 1 പുറത്തേക്ക് വരും. ഈ ആൾ വന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക. ഇനി 1 1 ഇതിൽ കൂടെ കടന്നുപോയി, 1 1 കടന്നുപോയി. 1 1 കൊടുത്താൽ ആൻഡ് ഇത് ആലോചിക്കേണ്ട, ആൻഡ് 1 1 വന്നാൽ 1 വരിക. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് കൊടുക്കണം. അപ്പോൾ നമുക്കിത് 0 എന്ന് കിട്ടും. ഓക്കെ, സോ 0 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 0. ഇനി അതേപോലെ നമുക്ക് 0 1 കൊടുത്ത് വയ്ക്കാമല്ലോ. ഞാൻ വേറെ കളറിൽ കാണിക്കാം കേട്ടോ. ഓക്കെ, 0യും 1 കൊടുക്കുക. അപ്പോൾ ആദ്യം എക്ക് 0 കൊടുക്കുക കേട്ടോ. സോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് നിങ്ങൾ എക്ക് ഞാനിതാ 0 കൊടുത്തു. എക്ക് 0 0 തന്നെ കൊടുക്കുന്നത്, രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് പുറമെ ഇവിടെ 1 തന്നെ വരിക. ഇനി ബിക്ക് ആരെ കൊടുക്കുക? 1 കൊടുക്കുക. ബിക്ക് 1 കൊടുക്കാം. സോ ഇവിടെ 1 കൊടുത്തു, 1 കൊടുത്തു. 1 1 കൊടുത്താൽ ആൻഡ് 1 തരിക. പക്ഷെ ഇവിടെ നാൻഡാ. അപ്പോൾ എന്ത് കൊടുക്കണം? 0 എന്ന് വരും. അപ്പോൾ 1 0. അപ്പോൾ ഇതാ 1, ഇവിടെ 1 എത്തി, ഇവിടെ അത് ഇവിടുന്ന് 0 എത്തി. 1ഉം 0 വന്നാൽ ആൻഡ് ആണെങ്കിൽ 0 തരിക. പക്ഷെ നമ്മളിവിടെ എന്ത് എഴുതണം? 1, നേരെ ഓപ്പോസിറ്റ് ഇവിടെ കൊടുക്കണം. ഓക്കെ, അതേപോലെ 1ഉം 0ഉം കൊടുക്കാട്ടെ. ഇനി 1ഉം 0 ഇതന്നെ വരിക അല്ലേ. 0 1 ആണെങ്കിൽ 1 ആണെങ്കിൽ 1 0 വരുമ്പോഴും നമുക്ക് എന്തെന്നെ കിട്ടുക? 1 തന്നെ വരിക. ഇനി 1 1 കൊടുത്ത് നോക്കാം. ഓക്കെ, 1 1 നമുക്കിത് വേറൊരു കളറിൽ നമുക്ക് കൊടുത്ത് നോക്കാം. 1 1 ട്ടാ. ഇവിടെയും 1 1 1 1 കൊടുക്കുമ്പോൾ ആൻഡ് ആണെങ്കിൽ 1 തരിക. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം? 0. അതേപോലെ ഇവിടെ 1 1 കൊടുക്കുമ്പോൾ 0 0. അപ്പോൾ 0 0 കൊടുക്കുകയാണ്. 0 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്തെന്നെ കിട്ടുക? ഇതാ ഇവിടെ 0, ഇവിടെ 0. 0 0 കൊടുക്കുമ്പോൾ 0 ആണ് കിട്ടേണ്ടത്. പക്ഷേ ഇവിടെ നാൻഡ് ആയ കാരണം നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. സോ 1 1 കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? 1 1 കൊടുത്താൽ നമുക്ക് 1 തന്നെ ആൻസർ കിട്ടും.
ഓക്കെ, ഇങ്ങനെയുള്ള സർക്യൂട്ട് നിങ്ങൾ അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിയേണ്ടത് എന്താണ്? ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആൻഡ് രണ്ടും 1 വന്നാൽ മാത്രമേ 1 തരുള്ളൂ. ബാക്കി എന്ത് കൊടുത്താലും അത് 0 തരിക. ഇവിടെ നമ്മൾ എന്ത് കൊടുത്തു? 1 കൊടുത്താൽ 1 തരിക. പക്ഷെ നമ്മൾ എടുക്കുന്നത് എന്താണ്? 0 എന്നാണ്. നേരെ ഓപ്പോസിറ്റ് എടുക്കുക. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അത് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് സർക്യൂട്ടൊക്കെ തന്നിട്ട് അതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. നമുക്ക് ഇതേപോലെ ഇവിടെ ഒരു നോട്ട് ഗേറ്റ് ഉണ്ട് അല്ലേ? നോട്ട് ഗേറ്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. നോട്ട് ഗേറ്റ് ഇതൊരു ഓർ ഗേറ്റ് ആണ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അത് ബേബി ഒരു 1 മാർക്ക് ആയിട്ടൊക്കെ ചോദിക്കും. ഇതിലെ ഓരോ ഗേറ്റ് എന്താണ്? സോ എ ബി എന്ന് പറഞ്ഞിട്ട് ഇൻപുട്ട് കൊടുത്തു, വൈ എന്ന് പറഞ്ഞൊരു ഔട്ട്പുട്ട് പുറത്തേക്ക് ഇതാ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കിയാലോ, നമുക്ക് എന്തൊക്കെ കൊടുക്കാം? നമുക്ക് മെയിനായിട്ട് 0 0 കൊടുക്കാം. ആദ്യം 0 0 കൊടുക്കാം, പിന്നെ 0യും 1 കൊടുക്കാം, 1 0 കൊടുക്കാം, 1 1 കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ആദ്യം കൊടുക്കാം. നമുക്ക് ആദ്യം ഇവിടെ 0 കൊടുക്കാം. എക്ക് 0 കൊടുക്കാം. എക്ക് 0 കൊടുത്താൽ നോട്ട് എന്താ തരിക? നേരെ ഓപ്പോസിറ്റ് 1 തരും. ബിക്ക് 0 കൊടുക്കുക. അപ്പോൾ ബിക്ക് നേരെ 0. അപ്പോൾ അവിടെ 0, 1ഉം 0യും. ഓർ ഗേറ്റ് അല്ലേ? ഓർ ഗേറ്റ് ഏതെങ്കിലും 1 വന്നാൽ ആൻസറിൽ 1. സോ ഇവിടെ 1 വരും. ഓക്കെ, ഇനി 0യും 1 കൊടുക്കാം. സോ എക്ക് 0 കൊടുത്താൽ 1 തന്നെയാണ് അല്ലേ? ഇനി ബിക്ക് 1 കൊടുക്കാം. അവിടെ 1 വന്നു. ഇവിടെ ഓൾറെഡി 1 ഉണ്ട് കേട്ടോ. എക്ക് 0 കൊടുത്തപ്പോൾ 1 വരിക. ഓക്കെ, ഇവിടെ നമുക്കത് 1 കിട്ടി. ബിക്ക് 1 കൊടുത്തു. അപ്പോൾ അത് ബിക്ക് 1 കൊടുത്തു. അപ്പോൾ 1ഉം 1 വന്നാൽ ഓർ ഗേറ്റ് 1 തന്നെയാണ് തരിക. ഓക്കെ, ഇനി അടുത്ത് കൊടുക്കാം. എക്ക് 1 കൊടുക്കാൻ പറഞ്ഞു വരും. എക്ക് 1 കൊടുക്കുക. എക്ക് ഞാൻ 1 കൊടുത്തു. 1 കൊടുത്താൽ ഇതെന്ത് തരും? 0 തരും. ബിക്ക് 0 കൊടുക്കാം. ബിക്ക് 0 വന്നാൽ ഓർ ഗേറ്റ് എന്ത് തരിക? 0 തന്നെ. ഓക്കെ, 0യും വന്നാൽ 0 തന്നെ. ഇനി എക്ക് 1 കൊടുക്കാൻ പറഞ്ഞു. സോ എക്ക് 1 കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് ഇതാ ഇവിടെ എന്ത് വരും? 0 എന്ന് വരും. അപ്പോൾ ഇവിടെ 0. ബിക്ക് 1 കൊടുക്കാൻ. ബിക്ക് 1 കൊടുത്തു. 1ഉം 0യും വന്നാൽ ഓർ ഗേറ്റ് എങ്ങനെ പാവാം? ഒരെണ്ണം 1 വന്നാൽ ആൻസർ 1 വരും. സോ 1 1 0 1. സോ ഇങ്ങനത്തെയാണ് ഇതിൻ്റെ ഈ ട്രൂത്ത് ടേബിൾ ചോദിക്കുന്നത്. ഇത് 2-3 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഇതേപോലെ നിങ്ങൾ കുറച്ചൊക്കെ ഒന്നുള്ളത് ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ള സെക്ഷനാണ്. കുറേ ഇങ്ങനെ കൊടുക്കുക. ഓരോ സെക്ഷനിൽ ഓരോന്ന് കൊടുത്തിട്ട് ഓരോ സെക്ഷനിൽ കൊടുക്കുക. അതിൻ്റെ പുറത്ത് എന്ത് വരുന്നു, അത് വീടിൻ്റെ ഉള്ളിലേക്ക് കയറ്റുമ്പോൾ എന്ത് വരുന്നു, അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ നമുക്കിനി അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളായിട്ടൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.